ആർട്ട്ലെസ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ Avigna. എല്ലാവരും വീട്ടിൽ ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ്. ഒരു 7 മാസത്തിന് മുന്നേ എൻ്റെ ആർട്ട് കോർണർ എങ്ങനെയായിരുന്നു എന്നും ഇപ്പം എങ്ങനെയാണെന്നും കാണിക്കാനുള്ള ചെറിയ വീഡിയോ. അതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളതെന്നും എത്ര മെമ്പേഴ്സാണ് കൂടിയിട്ടുള്ളതെന്നൊക്കെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗ്യാപ്പ് എടുത്തു. അപ്പം എന്നാൽ കൂടിയും സബ്സ്ക്രിപ്ഷൻസും ഫോളോവേഴ്സും ഒക്കെ ഇങ്ങനെ കൂടുന്നുണ്ടായിരുന്നു. അപ്പം വീഡിയോസ് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ആരെങ്കിലും ഭയങ്കര സന്തോഷമുണ്ട്. പ്ലീസ് ഡു കീപ് സപ്പോർട്ടിങ്. പുത്തൻ അടിപൊളി വീഡിയോസും ഐഡിയാസും തോട്ട്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് 7 months ബാക്ക് എടുത്ത് വെച്ച വീഡിയോ ആണിത്. ഈ ടൈലാൻഡിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലെങ്കിൽ പോയി കാണുക. അതേപോലെ നമ്മൾ ആമക്കുട്ടികളും ഞാനും കൂടിയും കോവിഡിൻ്റെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ അവരിതിൽ ഭയങ്കര ചെറുതാണെന്ന് തോന്നുന്നു. ബാക്കി അന്ന് കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതോ കുഞ്ഞാറ്റ ചേർന്നിരിക്കുന്നത് അതാ ചാടിക്കയറി. കുഞ്ഞാറ്റനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റ തിരിച്ചു പറയാൻ പറഞ്ഞു, ഹലോ പറയാൻ പറഞ്ഞു എല്ലാവരോടും. അപ്പോൾ ഇപ്പം എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ, എത്ര മെമ്പേഴ്സ് അധികം വന്നു എന്നൊക്കെ കാണാൻ റെഡി ആയിരുന്നു. ഇതോ വന്നു. നമ്മൾ കയറാൻ പോവാണ്. 4 ബോബോക്കളെ കാർപ്പറ്റാണ്. ഇത് ഞാൻ ഉപയോഗിക്കില്ല, എനിക്ക് ചവിട്ടാൻ ഭയങ്കര മടിയാണ്. പാവം തോന്നും. ടൈലായിട്ട് ഇപ്പോഴും അതേപോലെ ഉണ്ട്, ഒന്നും ആയിട്ടൊന്നുമില്ല. കുറേ ചെടികളൊക്കെ ഞാൻ വീണ്ടും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞാറ്റൻ്റെയും ടീമിൻ്റെയും കളിക്കുന്ന ഏരിയ ആണ്. കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക്. അതോ ആമക്കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ, അവർ പഴയതിനെക്കാട്ട് എത്രയോ വലുതായിട്ടുണ്ട്. ഇത് പാഞ്ഞു വരുന്നു. ഇതോ ആ ചെടിയൊക്കെ ഭയങ്കരമായിട്ട് വലുതായി. അന്ന് ഭയങ്കര ചെറുതായിരുന്നു ബഡ് റോസിൻ്റെ ഒക്കെ വെച്ചത്. അപ്പോൾ ഇനിയാണ് നമ്മളെ വലിയ ആൾക്കാർ വലിയൊരു ഏരിയ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞാറ്റൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് കുഞ്ഞാറ്റൻ്റെ പാർട്ട്ണർ. പുള്ളിക്കാരൻ്റെ പേര് ചോക്കി എന്നാണ്. വെള്ളക്കിളിയാണ്. ബാക്കിയെല്ലാം അവരുടെ മക്കളാണ്. അതൊക്കെ ഒരു നീണ്ട കഥയാണ്. അതായിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ബാക്കി അതൊരു വേറൊരു ചെറിയൊരു എക്വേറിയം ഉണ്ട്. അതിൽ കുറച്ച് ഗപ്പീസും ഉണ്ട്. പിന്നെ ഇത് നമ്മളെ വേറെ എക്സ്ക്ലൂസീവ് പുതിയ മെമ്പേഴ്സാണ്, ഫിഞ്ചസാണ്. അവർ നമ്മളെ കണ്ടാൽ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ, ഇല്ലെങ്കിലൊക്കെ ഫുൾ ടൈം അതിൻ്റെ ഉള്ളിൽ. അതാ വന്നു ചാടി കളിക്കലാണ് അവരുടെ മെയിൻ ഹോബി. പി ഒച്ചയുണ്ടാക്കും. അധികം ഇണങ്ങിയിട്ടില്ല, ഇപ്പം അടുത്ത് കൊണ്ടുപോകുന്നതാണ് അവരെ. ഇത് വേറൊരു അക്വേറിയം, കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ആണ്. ബാക്കി സാധനങ്ങളൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ചെടികളൊക്കെ വെച്ചത് ഇപ്പം നല്ലോണം വലുതായിട്ട്. ഈ ടേബിൾ എന്നും ഇങ്ങനെ തന്നെയാണ്, കംപ്ലീറ്റ്ലി മെസ്സി ആയിട്ട്. അന്നും ഇങ്ങനെ തന്നെ, ഇന്നും ഇങ്ങനെ തന്നെ. മാരക ചേഞ്ചസ് ആണ് ഞാൻ വിചാരിക്കുന്നു. പുതിയ ആൾക്കാർ കുറേ എണ്ണുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞാറ്റനും ടീംസിനും കൂട്ടുന്ന പുറത്തേക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഫുൾ ലഹളയാവും. അപ്പോൾ എനിക്ക് അതിനകത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മറ്റേ ഞാൻ അതിനകത്ത് നിന്നായിരുന്നു ഷൂട്ട് ചെയ്യൽ. പക്ഷേ ഇപ്പം ഞാൻ അതിനകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവരെ ഒച്ച അല്ലാണ്ട് എൻ്റെ ഒച്ചയൊന്നും കേൾക്കാനേ ഇല്ല. അപ്പം ഞങ്ങൾ ഈ കൊച്ചു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിനകത്ത് ചേഞ്ചസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലിക്ക് ദ ബെൽ ഐക്കൺ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരേക്കും ടാറ്റാ, ബൈ.